എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പറയുന്നത് വൈകിട്ട് മാറ്റി പറയുന്നത് ഈ പറഞ്ഞത് അല്പം കഴിഞ്ഞ് മാറ്റി പറയില്ല എന്താ ഉറപ്പ്? കൊല്ലാതിരിക്കാൻ പറ്റുമോ? നാരങ്ങാവെള്ളം കിട്ടുമ്പോഴേക്ക് ഒരാളെ പറ്റി നല്ലത് പറയുന്നത് അല്ല രാഷ്ട്രീയം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം പറ. അതല്ല രാഷ്ട്രീയം, ഐഡിയോളജിയാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ആശയം പറഞ്ഞേ. അഖില പറ. അഖില പറഞ്ഞ അഖിലല്ലേ അവിടെ ഉണ്ടായിരുന്നേ? അഖിലാടോ അതിന്റെ സ്ഥാനം ചോദിച്ച കോൺഗ്രസ് ഈ ഉപ്പുവച്ച കലം പോലെ ഇല്ലാതാക്കിയിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും മഹാനാണെന്ന് പറയുന്നിടത്തല്ല. മോശപ്പെട്ട കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കോൺഗ്രസിൽ 3 മാസം മുമ്പ് സ്ഥാനാർത്ഥിയാവാൻ നോക്കിയ ആളാണ്. ഉളുപ്പ് വേണ്ട. എനിക്കെന്താ കരുണാകരൻ എന്ന് പറഞ്ഞു പോവല്ലേ ഇത് നിക്ക്. എടാ, ഈ രാഹുൽ ഗാന്ധി ആ രാഷ്ട്രീയ പാർട്ടിയെ നശിപ്പിച്ചവനാകുമ്പോ ഉമ്മൻചാണ്ടി ആ പാർട്ടിയെ വളർത്തിയവനാ, കരുണാകരൻ ആ പാർട്ടിയെ വളർത്തിയവനാ. ആണുങ്ങളായാലേ അല്പസ്വല്പം നാണോ മാനൊക്കെ വേണം. വന്നപ്പോ വഴക്ക് കൂടി പുറത്തു വന്നു. ആഴ്ചയിൽ പാർട്ടി മാറി, മഴക്കാർ മാറുമ്പോ മുന്നണി മാറുന്ന പരിപാടിയല്ല. മനസ്സിലായില്ലേ? ആരാ? അഖില്. സന്ദീപ്. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയവന്റെ പേരിന്റെ ഇനിഷ്യൽ അല്ല. എന്താ അച്ഛനായ നെഹ്റുവിനെ അഖിൽ മാരാറിന്റെ അച്ഛന്റെ പേരില്ലാതെ മാരാറിനെ ചോദിച്ചതിനേക്കാൾ ഭേദാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. അച്ഛന്റെ ഡാഡി ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എന്റെ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് മാറ്റി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഒന്ന് അച്ഛന്റെ പേര് കോട്ടാത്തലായിരുന്നു. രാജ്യത്തെ അച്ഛന്റെ പേര് കോട്ടാത്തലായിരുന്നു. അതിനു മുമ്പ് നിർത്തി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അഖിൽ കോട്ടാത്തലയായിരുന്നു. അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു. അല്ലല്ലോ, രമേശ് ചെന്നിത്തല അച്ഛന്റെ പേര് ചെന്നിത്തല. അതല്ലെന്ന് അവരുടെ കാര്യം വിട്. അഖിൽ മാറ്റിയ മാറ്റില്ല അച്ഛന്റെ പേര്. അഖിൽ എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റണോ? ആശ്മി, ഞാൻ പറഞ്ഞത് അഖില് അത് കൊള്ളില്ല. ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മാറുന്നു. അയാൾ എവിടെ കിടന്ന് കുരയ്ക്കട്ടെ, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.